പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായതോടെ രാജ്യം കനത്ത ജാഗ്രതയിലാണ്. അതിർത്തികളിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ഏതു നിമിഷവും ആക്രമണം പ്രതീക്ഷിച്ചാണ് സുരക്ഷാ സേന മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. നിരപരാധികളായ 26 പേരെ കൂട്ടക്കൊല ചെയ്ത ആക്രമണത്തിനു പിന്നാലെ നയതന്ത്ര തലത്തിൽ ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിയത്. ഇത് ആ രാജ്യത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടന ലഷ്കർ ഇ തൊയ്ബയുടെ പങ്ക് വ്യക്തമായിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ പാക് സൈന്യവും ചാരസംഘടനയായ ISIയും ലഷ്കർ ഇ തൊയ്ബയെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രാദേശികമായി ഭീകരരെ സഹായിക്കുന്ന നിരവധി പേരെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഭീകരരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന നിരവധി പേരുടെ വീടുകൾ സ്ഫോടനത്തിലൂടെ പ്രാദേശിക ഭരണകൂടം തകർത്തു. പാകിസ്ഥാനിൽ തീവ്രവാദ പരിശീലനം കഴിഞ്ഞ യുവാക്കളാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയത്. ഈ സാഹചര്യത്തിൽ ഇനിയും കശ്മീരിലേക്ക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുമെന്ന അനുമാനത്തിൽ അതിതീവ്ര ജാഗ്രതയിലാണ് ഇന്ത്യൻ സൈന്യം. പാകിസ്ഥാനുമായുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഇത്തരം ഭീകരാക്രമണങ്ങൾ നേരിടാനുള്ള പരിശീലനം നൽകാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. അതിനായി മോക്ക് ഡ്രിൽ നടത്താൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മെയ് 7-നാണ് മോക്ക് ഡ്രിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കുവാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. ആക്രമണം നേരിടാൻ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകും. ഒഴിപ്പിക്കൽ നടപടികൾക്കായി റിഹേഴ്സൽ നടത്തും. ആക്രമണമുണ്ടായാൽ സ്വയം രക്ഷ തേടുന്നത് എങ്ങനെ എന്നതു സംബന്ധിച്ചാണ് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുന്നത്. ജമ്മു കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളോട് ഈ സുരക്ഷാ പരിശീലനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഇത് ഒരു മോക്ക് ഡ്രിൽ മാത്രമാണെന്നും ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. 1971-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു മുൻപ് സമാനമായ പരിശീലനങ്ങൾ നടത്തിയിരുന്നു. പുതുതലമുറയിൽ ഭൂരിഭാഗത്തിനും ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയില്ല. ഈ സാഹചര്യത്തിലാണ് മോക്ക് ഡ്രില്ലിന്റെ പ്രസക്തി. വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തനക്ഷമത മോക്ക് ഡ്രില്ലിൽ പരിശോധിക്കും. അടിയന്തര ബ്ലാക്ക് ഔട്ട് സംവിധാനങ്ങൾ ഒരുക്കൽ, ആക്രമണത്തിനു മുന്നോടിയായി സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും മറയ്ക്കുന്നതിനുള്ള സംവിധാനമൊരുക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി യോഗം ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ചർച്ച ചെയ്യും. അർദ്ധരാത്രിയിലാണ് യോഗം ചേരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സാഹചര്യം വിലയിരുത്തും. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ആവശ്യപ്പെട്ടിരുന്നു. നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുകയാണ്. തുടർച്ചയായ 11-ാം ദിവസമാണ് പാക് സൈന്യം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നത്. ഇന്ത്യൻ സൈന്യവും ഇതിന് തക്ക മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ത്യ തിരിച്ചടി നൽകി തുടങ്ങിയതോടെ പാക് സൈന്യവും പ്രതിരോധ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾക്ക് അവർ സങ്കല്പിക്കുന്നതിലും വലിയ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം സിന്ധു നദീജല ഉടമ്പടി പ്രകാരമുള്ള രാജ്യത്തിന്റെ വിഹിതം വഴിതിരിച്ചുവിടാൻ ഇന്ത്യ നിർമ്മിച്ച ഏതൊരു ഘടനയും നിർമ്മിതിയും നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്ത് വന്നിരുന്നു. ഇന്ത്യ പാക് ഭിന്നത മുറുകുന്നതിനിടയിലാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഏറ്റവും പുതിയ ഭീഷണി. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്ന പാകിസ്ഥാൻ പിന്നോട്ടില്ലെന്നാണ് ഖ്വാജ ആസിഫിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. അതേസമയം ആസിഫിന്റെ ഭീഷണിക്ക് ഇന്ത്യ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നാണ് BJP ദേശീയ വക്താവ് ഷാനവാസ് ഹുസൈൻ പറഞ്ഞത്. ഇത്തരം പൊള്ളയായ ഭീഷണികൾ ആവർത്തിക്കുന്നതിലൂടെ പാകിസ്ഥാനികൾക്കിടയിലെ ഭയം മാത്രമാണ് എടുത്തു കാണിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. നേരത്തെയും പാക് പ്രതിരോധ മന്ത്രി ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു.